ONV-യുടെ വിശാലമായ കാവ്യപ്രപഞ്ചത്തിലൂടെ എത്ര സഞ്ചരിച്ചാലും മതി വരില്ല. ഒരു മാധ്യമപ്രവർത്തകൻ്റെ സമയത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് മാധ്യമപ്രവർത്തകൻ മാത്രമല്ലല്ലോ കവിത എഴുതിയിട്ടുണ്ടല്ലോ. അതിൻ്റെ അവസരവും വളരെ കവിയരങ്ങൾ ചെയ്യാൻ കേട്ടിട്ടുണ്ടല്ലോ. കവിതകൾ കുറവായിട്ടാണ് കിട്ടാറ്. അതുകൊണ്ട് വഴിയാത്രയിൽ ഒരു പാഥേയം പോലെയുള്ള കുറിപ്പുകളാണ് ഇപ്പോൾ ശരണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ പിടിച്ച് മുക്കിക്കളഞ്ഞ പുഴയാണ് ചങ്ങമ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ONV. മനോഹരമായൊരു പ്രയോഗം. പക്ഷേ ഒരു ആത്മകഥ അനുഭവത്തിന്റെ വ്യാഖ്യാനം പോലെയും തോന്നി. അതേക്കുറിച്ച് ഒരു ആത്മനിരീക്ഷണമാണ്. അതെ, ഞാൻ പറയാം. കാരണം ആദ്യം കവിത എന്ന പേരിൽ പഠിച്ചത് സംസ്കൃത ശ്ലോകങ്ങളും സംസ്കൃത കാവ്യങ്ങളിലെ ചില ഭാഗങ്ങളുമാണ്. ഉദാഹരണം, ഞാൻ ഫസ്റ്റ് ഫോമിലും സെക്കൻഡ് ഫോമിലും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ വാൽമീകി രാമായണത്തിൻ്റെ ഒരു സംഗ്രഹീത പതിപ്പ്, അതിനകത്ത് ബാലകാണ്ഡം ഒരു ക്ലാസ്സിൽ, അയോധ്യാകാണ്ഡം മറ്റൊരു ക്ലാസ്സിൽ, അങ്ങനെയാണ് സുന്ദരകാണ്ഡം അങ്ങനെ പഠിക്കും. അപ്പോൾ അങ്ങനെ സ്കൂൾ ഫൈനൽ ക്ലാസ്സിലെത്തി കഴിയുമ്പോഴേക്ക് ഏതാണ്ടൊരു 4-5 കാണ്ഡം പഠിച്ചു കഴിഞ്ഞു. അതുപോലെ രഘുവംശത്തിൻ്റെ ആദ്യത്തെ 2 സർഗ്ഗങ്ങൾ, കുമാരസംഭവത്തിൻ്റെ ആദ്യത്തെ 2 സർഗ്ഗങ്ങൾ അത് വീട്ടിലിരുന്ന് സംസ്കൃതം പഠിപ്പിക്കാൻ ഒരു പ്രത്യേക അധ്യാപനങ്ങളിൽ പഠിപ്പിക്കും. അങ്ങനെ സംസ്കൃത കാവ്യങ്ങളുമായിട്ടാണ് എൻ്റെ ബന്ധം, മനസ്സ് വളർന്നു വരുന്നത്. പിന്നെ വീട്ടിൽ പതിവായിട്ട് അച്ഛൻ ചൊല്ലുമായിരുന്ന പുസ്തകങ്ങൾ അർത്ഥം മുഴുവൻ മനസ്സിലാക്കാതെ തന്നെ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഈ വിഷ്ണു സഹസ്രനാമവും ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ പട്ടിൽ പൊതിഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത വായനശാലയിൽ നിന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതകൾ വരുന്നത്. അത് വരുമ്പോൾ ആദ്യമായി രമണൻ വായിച്ചു, വളരെ സന്തോഷമായി. മരതകാടുകൾ തിങ്ങി വിങ്ങി, കന്തിയിൽ മുങ്ങി മുങ്ങി, മലരണിക്കാടുകൾ. അത് കഴിഞ്ഞിങ്ങനെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒന്നൊന്നായിട്ട് കൂട്ടത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് വാഴക്കുല എന്ന കവിത. ആ വാഴക്കുല എന്ന കവിതയിലെ ഒരു തെറ്റ് കണ്ടിട്ട്, ഒരു ഉച്ചാരണ തെറ്റ് കണ്ടിട്ട് അതിൻ്റെ സൗന്ദര്യം, ഇതെങ്ങനെ കൈവന്നു ഈ സൗന്ദര്യം? പറയുന്നു മാധേവൻ ഈ ഞാലിപ്പൂവൻ്റെ പഴമെത്ര സ്വാദുള്ളതായിരിക്കും. ഒരു കുട്ടിയാണ് പറയുന്നത്. അവൻ സ്വാദെന്ന് പറഞ്ഞാൽ അവിടെ ഔചിത്യഭംഗമാണ്, ഇല്ലേ? മാധേവൻ്റെ മോൻ ഒരു പറയുന്നു, മാധേവൻ മറ്റേ മലയപ്പുലേൻ്റെ മോനാ ഒരു ചെറുക്കൻ, അവൻ പറയുകയാണ് ഈ പഴം അങ്ങോട്ട് മൂത്ത് കൊഴുത്ത് ആവുമ്പോൾ എത്ര സാദായിരിക്കുന്നത്. ആ സാദെന്നുള്ള പ്രയോഗം അവിടെ ചേർക്കാൻ കഴിഞ്ഞത് എങ്ങനെ? അങ്ങനെ ഈ ചങ്ങമ്പുഴ അതേ സമയത്ത് കാഞ്ചന കാഞ്ചി കിലുങ്ങി കുലുങ്ങി, അല്ലെങ്കിൽ എന്താണ് മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതിതൻ പൊൻ കതിർ പോലെ നീഹാരാർദ്ര നിശോള നിവേഷ്ടിത എന്നൊക്കെ പറഞ്ഞ് മേഹാരാർദ്ര മഹാദ്രികൾ എന്നൊക്കെ അങ്ങനെ എഴുതാനറിയാം. അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുൻ മേഖല പൂകി ഞാനെന്നും എഴുതും. എന്തെഴുതിയാലും ശരി, എന്ത് തൊട്ടാലും ഇല്ല. മായാദാസൻ്റെ കഥ പറഞ്ഞ പോലെ അത് സംഗീതത്തിൻ്റെ സ്വർണമായിട്ട് വരുന്നു, ഒരു സുവർണ സംഗീതമായിട്ട് വരും. തൊട്ടതൊക്കെ പൊന്നാക്കുന്നു. അത് ഒരു നാടൻ ഭാഷയിലെ തെറ്റുപോലെയുള്ളൊരു വാക്കായാലും ശരി, അതുപോലെ സംസ്കൃത വാക്കായാലും ശരി, ചങ്ങമ്പുഴ തൊടുമ്പോൾ അത് പൊന്നാകുന്നു. ഒരു 8-10 വയസ്സിലാണ് ചങ്ങമ്പുഴയായിട്ട് ഏറ്റവും അധികം മനസ്സുകൊണ്ട് അടുക്കുന്നത്. ഒരു 8, 9, 10 വയസ്സ് വരും, സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. പിന്നെ ചങ്ങമ്പുഴയുടെ കവിതകൾ കൂടുതൽ വായിച്ചു തുടങ്ങി. അതുകൊണ്ട് കുമാരനാശാൻ്റെയോ അല്ലെങ്കിൽ കാളിദാസൻ്റെയോ കാവ്യത്തിൽ നിന്ന് ശ്രദ്ധ പിന്തിരിഞ്ഞൊന്നുമില്ല. ഇതൊരു പ്രത്യേക കവിതയാണ്. ഇത് മലയാളത്തിൻ്റെ തനി കവിതയാണ്. അങ്ങനെയാണ് ആ പുഴയിൽ മുങ്ങിയത്. ഈ കുട്ടി പതുക്കെ കാല് വെച്ച് നോക്കി, ഒന്ന് തൊട്ട് നോക്കി, ഒന്ന് മുങ്ങി, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ മുങ്ങുന്നത്. അതെ. ചില നിരൂപകന്മാർ അങ്ങ് തന്നെ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ച ചങ്ങമ്പുഴയുമായിട്ടുള്ള ഈ ആത്മബന്ധത്തെ അന്യഥാ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഒരു ഘട്ടത്തിൽ ചിലർ പറഞ്ഞു, ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി നൃത്തം ചവിട്ടി വേദിയിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ ചിലമ്പലികളിൽ നിന്ന് തെറിച്ചു വീണുന്ന ഒരു മണിയെ എടുത്താണ് ONV പിന്നീട് കവിതകൾ കൊരുത്തത് എന്ന് പറയുന്നു. എന്നെപ്പറ്റി മാത്രമല്ല, ഭാസ്കരൻ P. ഭാസ്കരനെയും വയലാർ രാമവർമ്മയും, അതെ, അങ്ങനെ ഞങ്ങൾ പലരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതെ, ഞങ്ങൾ ചങ്ങമ്പുഴയുടെ മാറ്റുലി കവികൾ എന്ന് ഒരു തലമുറയിൽ തന്നെ അവർ സൃഷ്ടിച്ചു. അതിൽ കുറച്ച് ശരിയുണ്ട്. കാരണം ഈ ചങ്ങമ്പുഴയോടുള്ള ആഭിമുഖ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ
ചങ്ങമ്പുഴയുടെ തന്നെ രണ്ടീറ്റ കുഴലുകൾ ഒരു കൈമണി ഒരു കൊച്ചു ചെണ്ടയും രണ്ടു കടുംതുടിയും ഇവ മാത്രം വിഹരിക്കുകയാണു ഞാൻ ഇവ തീർത്ത സവിലാസ ഗന്ധർവ നഗരമൊന്നിൽ എന്ന കവിത പോലെ തന്നെ രാമവർമ്മ എഴുതിയിട്ടുണ്ട്. കൈമണികൾ വായ്ക്കുരവകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു. അപ്പോൾ ഞാനും അതേമാതിരി തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രധാന കവിതകളൊന്നും അതായിരുന്നില്ല. ഞങ്ങളുടെ കവിതയുടെ പ്രമേയം ചങ്ങമ്പുഴയുടെ കവിതയുടെ പ്രമേയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. കഷ്ടിച്ച് ഒരു പ്രമേയ സാദൃശ്യം പറയാൻ വാഴക്കുലയ്ക്കേ ഉള്ളൂ. പിന്നെ ചങ്ങമ്പുഴയുടെ ഭാവത്രയമുണ്ട്. ഭാവത്രയത്തിൽ വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർധനച്ചെറുക്കൻ ഉമിനീരും ഈശ്വരേച്ഛ അല്ല ആകിൽ അമ്മട്ടുള്ള ഈശ്വരനെ ചവിട്ടുക നമ്മൾ എന്നൊക്കെ കുറച്ചൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും അമൂർത്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അമൂർത്തമായ ശൈലിയിൽ ഇങ്ങനെ മനോഹരമായി ചില വിപ്ലവങ്ങൾ ഒരു ചീറ്റി പോകുന്നത് പോലെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ആങ്കോലക്കുരുവിൻ്റെ എണ്ണയിലിടുന്ന ജാലകൗതൂഹലം എന്നൊക്കെ ആശാൻ പറഞ്ഞതുപോലെയുള്ള ശബ്ദകോശങ്ങളാണ്. പക്ഷേ ചങ്ങമ്പുഴയുമായിട്ട് പ്രമേയവശാൽ ഘടകവിരുദ്ധമാണ് വയലാർ ഗർജിക്കുന്നത് ഇല്ലേ? ചങ്ങമ്പുഴയുടെ നിന്ന് തികച്ചും വ്യത്യസ്തമല്ലേ കയറ് വിരിക്കുന്ന തൊഴിലാളിക്കൊരു കഥയുണ്ട്, സമരകഥ എന്നുള്ളത്. അപ്പോൾ അതിന് ഞങ്ങളുടെ ഈ ഭാവപക്ഷത്തിലൂന്നി പ്രമേയപക്ഷത്തിലൂന്നി ചങ്ങമ്പുഴയിൽ നിന്നുള്ള അകൽച്ച ആരും വേണ്ട തരത്തിൽ വിലയിരുത്തിയില്ല. എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ഈ മുത്തുമണി പിറക്കി കളിച്ചതാണെന്ന് പറയുന്നു, ആക്ഷേപിക്കുന്നു എന്നാണ് അവരുടെ വിചാരം. ഒരു ബഹുമതിയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. സർ, മറ്റൊരു കാര്യം, തീർച്ചയായും വളരെ ലളിതമായ പദങ്ങളിലൂടെയുള്ള മൊഴിയുടെ ജനാധിപത്യവത്കരണം എന്നുള്ള ഒരു ലക്ഷണം പോലും പലരും ചൂണ്ടിക്കാണിച്ച നാടകഗാനങ്ങൾ, KPAC നാടക ശൃംഖലയിലെ ഗാനങ്ങൾ, നമ്മൾ ഒയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ തുടങ്ങിയ അങ്ങനെ. അപ്പോൾ മൊഴിയുടെ ജനകീയവത്കരണത്തിലൂടെ നാടകഗാനങ്ങൾ, മൊഴിയുടെ ജനകീയവൽക്കരണമല്ല, വാസ്തവത്തിൽ തിരിച്ചാ പറയുന്നത്, ജനകീയമായ മൊഴിയുടെ കാവ്യവൽക്കരണം. അങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി. അവിടെ നിന്ന് പിന്നീട് കവിതകളിലേക്ക്, പിന്നീട് പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അത് അതായത് ഈ ആ നാടകം ആവശ്യപ്പെടുന്നത് തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു പുലയൻ്റെയും അയാളുടെ മകളുടെയും പിന്നെ ഇടത്തരക്കാരായ ഈ പിന്നെ ഒരു കാരണവരുടെയും ഒക്കെ തന്നെ കഥകളാണ്, സംഭാഷണങ്ങളാണ്. ആ സംഭാഷണത്തിനോട് ഇഴചേർന്ന് വരുന്ന തരത്തിലുള്ള പദാവലിയാണ് ആ പാട്ടുകൾക്കുള്ളത്. ഇപ്പോൾ വെള്ളാരംകുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവ, നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവ താരോ, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ, ഇന്നലെ നട്ടൊരു ഞാറുകളല്ലോ, പുന്നൽക്കതിരിൻ്റെ പൊൽക്കുളം ചൂടി. ഇതൊക്കെ ആ കാർഷിക പശ്ചാത്തലത്തിന് ഇണങ്ങിയ തരത്തിലുള്ളതാണ്. നേരെ മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു പശ്ചാത്തലത്തിലുള്ള ഒരു നാടകമായിരുന്നുവെങ്കിൽ ഈ നാടൻ മൊഴികൾ തന്നെ വേണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ നാടൻ മൊഴിയായാലും സംസ്കൃത പദങ്ങളുടെ ആധിക്യമുള്ള മറ്റൊരു മൊഴിയായാലും അത് ആവശ്യപ്പെടുന്നത് പ്രമേയമാണ്. പ്രമേയം ആവശ്യപ്പെടുന്ന മൊഴിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നേരെ മറിച്ച് പിന്നെ തിത്തിനിത്വം തിന്തിനിത്വം എന്നുള്ള മട്ടിൽ നമ്മളൊരു ക്ലാസിക്കൽ ഉജ്ജയിനി ഞാൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കും?